السلام عليكم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ وَأُولَئِكَ هُمُ الْمُفْلِحُونَ. صدق الله العظيم. സ്നേഹസമ്പന്നരും ആദരണീയരുമായ മേഖല SKSSFൻ്റെ സാരഥികളെ, പ്രിയങ്കരനായ ജില്ലാ സാരഥി അനീസ് വൈസി മാവണ്ടിയൂർ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി വർക്കിംഗ് സെക്രട്ടറി ബഹുമാന്യനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ SKSSFൻ്റെ ഈ മേഖലയിലെ കർമ്മനിരതരായ പ്രവർത്തകരായ പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്ത് ആല് ഇമ്രാനിലെ 104 നമ്പർ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടായിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്. നന്മയിലേക്ക് ക്ഷണിക്കണം. അവർ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയില്ല. ഒരു വിഭാഗം ആളുകൾ അത് നിർവഹിക്കണം. അവർ നല്ലത് കൽപ്പിക്കണം. തിന്മ കണ്ടാൽ വർജിക്കാൻ ആവശ്യമായത് ചെയ്യണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ തന്നെയാണ് വിജയികൾ എന്ന് അടിവരയിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. ശരിക്കും 98 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന ആ മഹാത്മാക്കൾ ആ വലിയ ബാധ്യത, ദൗത്യമാണ് ഏറ്റെടുത്തത്. ഒരു സമൂഹം വേണം. അവർ നന്മയിലേക്ക് ക്ഷണിക്കണം, നല്ലത് തിരഞ്ഞെടുത്ത് ഉപദേശിച്ചു കൊണ്ടിരിക്കണം, തെറ്റിനെതിരെ നിരന്തരമായ ബോധവൽക്കരണം നടത്തണം. ആ ഒരു ഡ്യൂട്ടി നിർവഹിക്കാൻ ഒരു വിഭാഗം ആവശ്യമായ അനിവാര്യമായ ഘട്ടത്തിൽ 98 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് ജന്മം നൽകി. അന്ന് ഏറ്റവും മാരകമായ ഒരു തെറ്റ്, ബിദ്അത്തിൻ്റെ വിഷബീജം ഒരു വിഭാഗം വിതച്ചുകൊണ്ട് അത് വളർത്തിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തടയിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ വികാസം പ്രാപിക്കും. ഈ കട പറിച്ചെടുത്തൽ പെട്ടെന്ന് വളരും. അവർ നിതാന്ത ജാഗ്രത പാലിക്കാൻ വേണ്ടി സംഘം രൂപീകരിച്ചു. പതിറ്റാണ്ടുകൾ പിന്നിട്ടു. അക്കാര്യം അവർ വിജയകരമായി നിർവഹിച്ചു പോന്നു. 1989 3.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേർദിശയിലുള്ള പ്രയാണം അത് മാറ്റി വഴി തെറ്റിക്കാൻ ചില ശ്രമങ്ങൾ ഇവിടെ നടന്നപ്പോൾ സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും നന്മ പറയാൻ വേണ്ടി, നല്ലത് ഉപദേശിക്കാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഈ സംവിധാനത്തെ ദുർബലമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് തിരുത്താൻ ഒരു സംഘം ഇവിടെ രൂപീകരിക്കപ്പെട്ടു. അന്ന് ആ സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയത്, ഗൈഡൻസ് നൽകിയത്, ഓരോ നീക്കങ്ങളിലും അതിനൊപ്പം നിന്നുകൊണ്ട് അപ്പോൾ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീക്കിത്തന്നത് കേരളത്തിലെ വലിയ 3 മഹത്തുക്കളായിരുന്നു. ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ്. ഒന്ന്, ദുആക്ക് ജീവിതത്തിൽ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടും എന്ന് എപ്പോഴും അനുഭവമുള്ള
ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഇന്ന് കറാഹത്ത് ചെയ്യാത്ത, ഒരിക്കൽ പോലും കറാഹത്ത് ചെയ്യാത്ത ഒരാൾ തിരഞ്ഞാൽ കാണാൻ കഴിയുമോ? നമ്മൾക്ക് ഹറാമ് തന്നെ നിരന്തരം ചെയ്യുന്നവരാണ്. അള്ളാഹു പുറത്തു തരട്ടെ. കാരണം ഒരു പെണ്ണ് നമ്മൾ ദൃഷ്ടിയിൽപ്പെട്ടാൽ ഉടനെ കണ്ണ് താഴ്ത്തുന്ന ഖുർആൻ പറയുന്നത്. ആ തൽക്ഷണം കണ്ണ് താഴ്ത്താതെ പിന്നെയും ഒരു സെക്കൻഡ് നേരം നോക്കിയാൽ ഹറാമായി. ഇന്ന് എവിടെ നോക്കിയാലും പെണ്ണാണ് കാണാനുള്ളത്. എവിടെ നോക്കിയാലും പെണ്ണുങ്ങളൊന്നും പൊതുവേദിയിൽ വരാൻ പാടില്ല, അവർ ഡാൻസും പാട്ടും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്ന ആളുകൾ തെറ്റുകാരാകുന്ന ഒരു കാലഘട്ടം. സാർവത്രികമായി സ്ത്രീകൾ അഴിഞ്ഞാട്ടമാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമൊന്നുമില്ല, എന്നാലും ചെയ്യാതിരുന്നാൽ പുണ്യം കിട്ടും. വലത് ഭാഗത്തേക്ക് തുപ്പുക കറാഹത്താണ്. അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. വലത് ഭാഗത്തേക്ക് തുപ്പരുത്. നമ്മൾ കാറിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ആ വലത് ഭാഗത്തെ സീറ്റിലാണെങ്കിൽ തുപ്പാൻ വളരെ പ്രയാസമാണ്. വലത് ഭാഗത്തേക്കല്ല എടുക്കാൻ തുപ്പുക. പക്ഷേ കറാഹത്ത് ഭയപ്പെടുന്ന ആളുകൾ സൂക്ഷിക്കുന്ന തുപ്പൂല. ആ സമയത്ത് നിസ്കാരത്തിൽ നമ്മുടെ പെരടി തുറന്നിട്ട് നിസ്കരിക്കുക. വെറും ബനിയം മാത്രം ഇട്ട് ഒന്നും പെരടിയിലിടാതെ തലയും മറക്കാതെ നിസ്കരിക്കൽ കറാഹത്താണ്. ഇങ്ങനെ ചില്ലറ കാര്യങ്ങൾ കറാഹത്ത്. അതുപോലും ചെയ്യാതെ സൂക്ഷിച്ച് നിസ്കാരത്തിൽ ഇമാമ് സലാം വിട്ടിട്ട് ഇമാമ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് മഅ്മൂമുകൾ എഴുന്നേറ്റ് പോകുക കറാഹത്താണ്. ഇമ്മാതിരി കാര്യങ്ങളൊന്നും ചെയ്യാത്ത, ഒരിക്കൽ പോലും ചെയ്യാത്ത മനുഷ്യരായിരുന്നു ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ. SKSS മറ്റന്നാളാണ് രൂപീകരിക്കുന്നതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ വിനീതൻ 2 സഹപ്രവർത്തകരും പോയി. അദ്ദേഹത്തിന് ആരോഗ്യപരമായി നമ്മുടെ രൂപീകരണ സദസ്സിലേക്ക് വരാൻ കഴിയില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അങ്ങനെ അദ്ദേഹം നമുക്ക് വേണ്ടി പച്ച മലയാളത്തിൽ ഒരുപാട് സമയം ദുആ ചെയ്തിട്ടുണ്ട്. ഈ സംഘത്തിന് വേണ്ടി, ഈ സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, കേരളം കണ്ട വലിയ മഹൽ വ്യക്തിത്വം ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ആ വലിയ മഹാത്മാവായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ചരടുവലികളും നടത്തിയത്. എടാ ഇനി അങ്ങനെ ചെയ്തോ, കത്തയച്ചോ, അയച്ചോ. അവരെന്താ മറുപടി അയച്ചത്? ഇത് നിങ്ങൾ കൺവെൻഷൻ വിളിച്ചു ചേർത്തോ, നിങ്ങൾ അവരെ കുറ്റങ്ങൾ ഓരോന്നായി ക്രോഡീകരിച്ചോ, 1 by 1 ആയി. ഇങ്ങനെ ഓരോ അപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരുന്നത് ആ മഹാത്മാവായിരുന്നു. മറ്റൊന്ന്, മനസ്സറിഞ്ഞ് ഇങ്ങനെ സംഘത്തിൻ്റെ രൂപകൽപ്പന നൽകാൻ ആത്മാർത്ഥമായി തുടക്കം കുറിച്ചത് ബഹുമാന്യനായ പാണക്കാട്ടെ സുന്നികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അവർകൾ നവ്വറല്ലാഹു മർഖദ അവർകളായിരുന്നു. ആ വലിയ മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ നിലവിൽ സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ദിശ തെറ്റിക്കാനുള്ള നീക്കത്തിന് തടയിടാനും വേണ്ടി രൂപം കൊണ്ട ഈ സംഘമാണ് SKSSF. ഇതൊരു മുബാറക്കായ സംഘമാണ്. ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങളിതിനോട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ എനിക്കറിയാം സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രയാസം. ഒരു പരിപാടി സംഘടിപ്പിക്കാൻ, അതിൻ്റെ ആളുകളെ വിളിച്ചു ക്ഷണിച്ചു വരുത്താൻ, പ്രവർത്തകരെ ഇങ്ങോട്ട് എത്തിക്കാൻ, ഇതിൻ്റെ പ്രചരണങ്ങൾ നടത്താൻ, ഇതിന് പണം സ്വരൂപിക്കാൻ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ പ്രയാസപ്പെട്ടെന്ന് ഉറപ്പാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സംവിധാനം നിലനിർത്താനും തെറ്റുകളെ തിരുത്തി നേർവഴിക്ക് നയിക്കാനും രൂപം കൊണ്ട സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങും തണലും കരുത്തുമായി അത് നേർദിശയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നിയുക്തമായ, പ്രത്യേകമായി മഹാത്മാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വിധേയരായ ഒരു സംഘമാണ് SKS. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഇനി സമസ്തക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കരുത്തു പകരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, SKSSF. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്തയുടെ പാറ പോലെ ഉറച്ചു നിന്ന് ഈ പരിശുദ്ധമായ ദീൻ്റെ ഒറിജിനാലിറ്റി അഹ്ലു സുന്നത്തി വൽ ജമാ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള തൗഫീഖ്, അതിന് കാരണമായി പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, ദീൻ ഇവിടെ നിലനിൽക്കണം. ദീൻ ഇവിടെ നിലനിൽക്കണം. സമസ്തയില്ലെങ്കിൽ യഥാർത്ഥ ദീൻ നിലനിൽക്കില്ല, തീർച്ച. ഈ കഴിഞ്ഞ 98 വർഷക്കാലം സമസ്തയുടെ പൂർവികരായ മഹാത്മാക്കൾ കഠിനയത്നം നടത്തി ഈ ബിദഅത്തിനെതിരെ
ജീർണതയ്ക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, മതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ, ലിബറൽ ചിന്താഗതിക്കെതിരെ, മതനിഷേധത്തിനെതിരെ അപ്പോൾ ആവശ്യമായ ബോധവൽക്കരണവും പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും നിന്ന് പ്രവർത്തിക്കാൻ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ മഹല്ലുകളും ഈ മദ്രസകളും ഈ സംവിധാനങ്ങളും ഈ ഉമറാക്കളും ഈ ഉലമാക്കളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അവരെ കഠിനയത്നമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ആദർശം അതിൽ അണുവളവ് വ്യതിചലിക്കാൻ പറ്റില്ല. അത് വരച്ച വരയിൽ നിൽക്കണം. അതങ്ങനെ തന്നെ വരച്ച വരയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, നീക്കുപോക്കില്ല. ഇന്നത്തെ പ്രശ്നവും ഇത് തന്നെയാണ്. ഇവിടെ നടന്നു വരുന്ന പ്രശ്നങ്ങളുടെ ആകത്തുക പരിശോധിച്ചാൽ ആദർശത്തിൻ്റെ വിഷയത്തിൽ ചില നീക്കുപോക്കുകൾ വേണം എന്നൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ ഇല്ല, അത്ര നീക്കുപോക്കുകൾ ഈ വിഷയത്തിലില്ല. വേറെ എന്തൊക്കെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്താലും ശരി, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒറിജിനൽ മാർഗമായ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ ആശയത്തിൽ ഒരണുവിട വ്യതിചലിക്കാൻ നമ്മൾ തയ്യാറല്ല. പൂർവികർ കൈമാറിത്തന്ന ആ സംവിധാനം അതേപടി നിലനിർത്തും, അക്കാര്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് നമ്മുടെ സമീപനം. അത് ആവശ്യമാണ്. അങ്ങനെ തലമുറ ഇവിടെ വേണം. വൽതക്കും ഉമ്മക്കും തുമ്മിങ്കു യദ്ഊനൽ ഖൈർ, ഈ നന്മ പറയാൻ, നന്മ ഉപദേശിച്ചു കൊണ്ടിരിക്കാൻ, തിന്മ തടയാൻ, നിയമാനുസരണം തടയാൻ, ഇതൊക്കെ സമസ്തന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചതാ. സമസ്ത അന്ന് രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതി വച്ചതിൻ്റെ ഭരണഘടനയിൽ അടിസ്ഥാനപരമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതാണ്? ഒന്ന് ആ മഹാത്മാക്കൾ ചിന്തിച്ചതാണല്ലോ. ഫസ്റ്റ് എ എന്നാണ് എഴുതി വച്ചത്, പരിശുദ്ധ ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. നമ്പർ 1 അതന്നെയാണ്. അതെത്ര പഴഞ്ചനാണെന്നും എത്ര യാഥാസ്ഥികമാണെന്നും ശൈലി മാറ്റണമെന്നും ഡ്രൈവറെ മാറ്റണം ആരെന്ത് പറഞ്ഞാലും ശരി, ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ ആശയാദർശങ്ങൾ അതേ വിധി പ്രചരിപ്പിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു, പിറകോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. സമസ്തയുടെ ഭരണഘടന എ അതാണ്. ബി പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ആശയങ്ങൾക്കെതിരായ പ്രചരണങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയമാനുസരണം തടയുകയും മുസ്ലിങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അതങ്ങനെ നിർവഹിച്ചാലേ ഈ ഒരു അടുത്ത തലമുറ നമ്മളെപ്പോലെ തലമുറ ഉണ്ടാവുള്ളൂ. അല്ലെ ഈ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകും. ഈ പറഞ്ഞ മുജാഹിദിനെ വിശ്വസിക്കാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമിനെ വിശ്വസിക്കാൻ പറ്റുമോ? തബ്ലീഗ് ജമാഅത്തിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഖാദിയാനികളെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ വ്യാജ തരീഖത്തുകാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരൊക്കെ നീക്കുപോക്കിൻ്റെ ആളുകളാണ്. അവർക്ക് എന്തുമാകാം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ആദർശം എന്താണോ? ഖുർആൻ അംഗീകരിക്കും, ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുള്ളൂ. ഹദീസ് 2ാം പ്രമാണം അംഗീകരിക്കും എന്ന് പറയുമ്പോൾ തന്നെ സ്വഹീഹായ ഹദീസിന് പ്രത്യേകം അടിവരയിടും. സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്നാലും അംഗീകരിക്കുന്ന പ്രയാസമാണ്. ഒരു സംവാദം വരുമ്പോൾ അവർ പറയും, ഹദീസിൻ്റെ പരമ്പര സ്വഹീഹായാലും ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ വന്നാലും മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ശാസ്ത്രത്തിന് വഴങ്ങുന്ന ഹദീസുകളെ സ്വീകരിക്കാൻ പറ്റും. ഇത് പറയുന്ന ആളുകൾ അവർ ദീൻ വികൃതമാക്കൂലേ? എത്ര സത്യങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയിലെ സത്യങ്ങളാണ് അവർ നിഷേധിക്കുന്നത്. ഇത് ഈ അടുത്ത കാലഘട്ടം വരെ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഒരീച്ച വെള്ളത്തിൽ വീണാൽ നമ്മൾ ചായ കുടിക്കുകയാണ്, ഒരീച്ച ഒന്ന് ഇങ്ങനെ ചായയിൽ വീണു. ഹദീസിൽ പറഞ്ഞ ആ ഈച്ചൻ അങ്ങനെ തന്നെ വെള്ളത്തിൽ ആ ചായയിൽ മുക്കിയെടുത്തിട്ട് പുറത്തേക്ക് എറിയണമെന്നാണ്. ഇതിനെ അപഹസിച്ചു, പരിഹസിച്ചു. ശാസ്ത്രീയമായി അത് വളരെ മോശമായ സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഹദീസ് നിരാകരിച്ചു. ഹദീസ് സ്വഹീഹ, ഹദീസ് ബുഖാരിയിലുണ്ട്, ഹദീസിൻ്റെ പരമ്പര ശരിയാ, പക്ഷേ ശാസ്ത്രത്തിൻ്റെ ബുദ്ധിക്ക് വഴങ്ങുന്നില്ല. കാരണം അത് മലിനമാകും ആ വെള്ളം, അതുകൊണ്ട് ആ വെള്ളം പിന്നെ കുടിക്കാൻ പറ്റില്ല, ചായ കുടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ശാസ്ത്രം പുതിയതായി സ്ഥിരീകരിച്ചു, ആ ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമുണ്ട്, എന്നാൽ പ്രതിരോധിക്കാനുള്ള മരുന്ന് മറ്റേ ചിറകിലുണ്ട്. അപ്പോൾ വിഷമുള്ള ചിറക് കുത്തിയാണ് വീഴുക. അങ്ങനെ വീണാൽ അത് താഴ്ത്തിയാൽ പ്രതിരോധം കൂടി കിട്ടി. എന്നാൽ പിന്നെ ആ വെള്ളം കുടിക്കുന്നത് കുഴപ്പമില്ല. ഇപ്പം കണ്ടത് പിന്നെ അവരെ വാദപ്പ് തിരുത്തുകയാണ്. അവർ സ്റ്റേജിൽ വെച്ച് തിരുത്താണ്. ഒരു മൗലവി പ്രസംഗിക്കാണ് പഴയ ആശയം, ആ മറ്റേ മൗലവി പറഞ്ഞു ഇതിനെതിരായ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് തിരുത്തികളിൽ നിന്ന്, എന്നൊരു സ്റ്റേജിൽ വെച്ച് തിരുത്തുക. ഇങ്ങനെ ദീൻ കാലത്തിനനുസരിച്ച് മാറ്റിമറിക്കുന്ന
അവിടെ നിന്നാണ് ചേകനൂർ മൗലവി ഉണ്ടായത്. ഇതാ ചേകനൂർ നിങ്ങളുടെ നാട്ടുകാരനാണോ ചേകനൂർ മൗലവി? അയാൾ ഇസ്ലാമിനെ എവിടെ കൊണ്ടെത്തിച്ചു? ഈ ചേകനൂർ മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ സൃഷ്ടിച്ച മുജാഹിദ് പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാന നേതാവായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ദീൻ വികൃതമാക്കി കുഫറിലേക്ക് എത്തിക്കുന്ന ഈ ജമാഅത്ത്, മുജാഹിദ്, ബിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ തഴച്ചു വളർന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ദീൻ നിലനിൽക്കൂല. നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് വേണ്ടി ഓതണ്ടേ ഖബറിഞ്ഞ്? നമുക്ക് വേണ്ടി മയ്യത്ത് ഒരു യാസീൻ ദുആ ചെയ്യണ്ടേ? വേണ്ടേ? നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തഹ്ലീൽ ചൊല്ലണ്ടേ? അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റിലേക്ക് ചിന്തിപ്പിക്കുന്ന, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ചിന്തിപ്പിക്കുന്ന ഭക്തി നിർഭരമായ ദിക്റുകൾ വേണ്ടേ? നമ്മുടെ വീട്ടിൽ തഹ്ലീൽ ചൊല്ലണ്ടേ? മരിച്ചവൻ്റെ ആളെ പേര് സാധുക്കൾക്ക് അന്നദാനം നടത്തണ്ടേ? ആണ്ട് വരുമ്പോൾ ഒന്ന് ഉപ്പാനെ ഓർക്കണ്ടേ? ഒരു യാസീൻ ദുആ ചെയ്യണ്ടേ? ഇതൊക്കെ ചെയ്യുന്നൊരു തലമുറ വേണ്ടേ നമുക്കിവിടെ? അടുത്ത തലമുറ. ഞാൻ നിങ്ങൾ മരിച്ചാൽ, എൻ്റെ ഉമ്മയും ഉപ്പയും മരിച്ചപ്പോൾ, നിങ്ങളെ ഉമ്മയും ഉപ്പയും ഒക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചപ്പോൾ, നമ്മൾ ആ സദസ്സില്ല മയ്യത്തെടുക്കുന്ന സമയത്ത് കണ്ണീര് വാർത്തുകൊണ്ട് യാസീനോദി ദുആ ചെയ്യുന്ന ഭക്തി നിർഭരമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു 3-4 മുജാഹിദുകളുണ്ടാവും, 2 ജമാഅത്തുകാരുണ്ടാവും. ആ സമയത്ത് അവർക്ക് ഇറങ്ങി പോകാനും കഴിയില്ല, എന്നാ ഇരിക്കാനും കഴിയില്ല. അടങ്ങിയിരിക്കൂലല്ലോ, പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. അവിടെ ഇങ്ങനെ ഞെരുപിരി കൊള്ളു. അങ്ങനത്തെ തലമുറക്കാണോ നമ്മൾ ഈ ദീനെ കൈയൊഴിക്കുന്ന, ഈ സുന്നത്ത് ജമാഅത്തിനെ വിട്ടുകൊടുക്കുന്നത്? അവർ ഇത് മൊത്തം നശിപ്പിച്ച് കളയും, ഒരു സംശയവും വേണ്ട. നമ്മുടെ പൂർവികർ നിതാന്ത ജാഗ്രത പാലിച്ച മേഖലയാണത്. മരിച്ചവർക്ക് ദുആ ചെയ്യലും അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഒക്കെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ജമാഅത്തിൻ്റെ ഒക്കെ കാര്യമായ പ്രമുഖനായ അവർക്ക് അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാ ലോകത്തെ. അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ ഒരു ചോദ്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ലീൽ മരിച്ചവരുടെ പേരിൽ 70,000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പതിവ് ഈ നാടുകളുണ്ട്. നമ്മുടെ നാടൊന്നുമല്ല, ഈ ലോകത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ചോദ്യം വന്നത്, ഇതിന് സ്വഹീഹായ ഹദീസ് തെളിവുണ്ടോ? അതേപോലെ സ്വഹീഹായ ഹദീസ് തെളിവില്ല, ലഈഫായ ഹദീസ് തെളിവില്ല. എന്നാൽ 70,000 ദിക്റോ, 70,000 കുറച്ച് ദിക്റോ, 70,000 കൂടുതൽ ദിക്റോ, എത്ര ദിക്ർ ചൊല്ലി അവർ പ്രതിഫലം മരിച്ചവർക്ക് വേണ്ടി ഹദ് ചെയ്താൽ അവർ ഖബറിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന് മറുപടി, നമ്മളും പറയുന്നില്ല 70,000 ദിക്ർ എന്ന ഹദീസിൽ വന്നു എന്ന് പറയുന്നില്ല. അതിന് സ്വഹീഹും ലഈഫും അതിൻ്റെ അസറാണ് തെളിവ്. പക്ഷേ ഈ ദിക്ർ ചൊല്ലി അതിൻ്റെ പ്രതിഫലം കിട്ടും. ഇതൊക്കെ ഇവർ പഠിപ്പിക്കുന്ന, അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ആശയങ്ങളാണ്. ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവൻ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത ഹദീസുണ്ട്. സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാം, അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി വര്യൻ മരണപ്പെട്ടു. ആ വിവരം തങ്ങളെ സവിധത്തിൽ വന്ന് അറിയിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ മരിച്ച വീട്ടിൽ പോവാ, സ്വഹാബിയും കൂട്ടി തങ്ങൾ നേരെ അബൂ സലമൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം മരിച്ചിട്ടുള്ളൂ. വഖദ് ശുക്ക ബസറുഹു, അബൂ സലമൻ്റെ 2 കണ്ണും തുറന്ന് കിടക്കുക. അങ്ങനെ തങ്ങൾ വേഗം ഫഅഗ്മദഹു, 2 കണ്ണും ഇങ്ങനെ പൂട്ടി ചിമ്മിച്ചു. എന്ന് തങ്ങൾ പറഞ്ഞു, ആ വീട്ടുകാരോട് പറഞ്ഞു, ഇദാ ഖുബില റൂഹുൽ മുഅ്മിൻ തബിഅഹുൽ ബസർ. ഒരു മുഅ്മിൻ്റെ റൂഹ് പിടിച്ചെടുത്താൽ ആ റൂഹ് പോകുന്ന വഴിക്ക് കണ്ണിങ്ങനെ നോക്കിയിരിക്കും, കണ്ണടപ്പിക്കണം. അപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ വീട്ടുകാർക്ക് വലിയ പ്രയാസം. ഫലജ്ജ നാസു മിൻ അഹ്ലിഹി, എന്തൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു ഒച്ചിട്ടു അവർ സങ്കടം കൊണ്ട്. തങ്ങൾ ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. ഇവിടെ മരിച്ച വീട് നല്ലതേ നിങ്ങൾ പറയാവൂ, നല്ല ദുആ മാത്രം നടത്തുക, നല്ലത് പറയാ, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ഇതൊക്കെ ഇവിടെ പറ്റുള്ളൂ. കാരണം ഇവിടെ എന്ത് ദുആ ചെയ്താലും മരിച്ച വീട് ഫൈനൽ മലായികത്തു യുഅമ്മിനൂന അലാ മാ തഖൂലൂന അലൈഹി. ഇവിടെ നിങ്ങൾ മരിച്ച വീട്ടിൽ നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് മലക്കുകൾ പോലും, റഹ്മത്തിൻ്റെ മലക്കുകൾ ആമീൻ ചൊല്ലും. അതുകൊണ്ട് നല്ലത് പറഞ്ഞ്, നല്ല ഓതിച്ചൊല്ലി പറഞ്ഞു കുത്തിരുന്നോളി എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് ദുആ ചെയ്തിട്ട് സ്വഹാബത്തും ദുആ ചെയ്തിട്ടാണ് മരിച്ച വീട്ടിൽ നിന്ന് പോയത്. മുജാഹിദ് ഒരു മരിച്ച വീട്ടിൽ നിന്ന് ദുആ ചെയ്യോ? ജമാഅത്തുകാർ ചെയ്യോ? ആ വീട്ടിൽ പതിവായി ഖുർആൻ ഓതുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക, പതിവായി ഖുർആൻ ഓതുന്ന ആൾക്കാരെന്ന് വിചാരിക്കുക. മരിച്ച വീടാണെങ്കിൽ പിന്നെ ഖുർആൻ ഓതാൻ പാടില്ല. ഇതൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞ കേസാണ്. കാരണം എൻ്റെയൊക്കെ ഏരിയയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, ഞാൻ കുറ്റം പറയുന്നതല്ല, എൻ്റെ തൊട്ടടുത്ത മഹലിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട വീട്ടിൽ ഈ മരിച്ചയാളുടെ പെങ്ങള് വലിയ ഭക്തയായ സഹോദരിയാണ്. അവർ വന്ന് തലേ രാത്രി തന്നെ വീട്ടിലിരുന്നു. അവർ പതിവായി രാവിലെ നിശ്ചിത വിഹിതം ഖുർആൻ ഓതണം. കാരണം ഈ പക്ഷെ മരിച്ച ആളെ മക്കളൊക്കെ എന്താണ്, മുജാഹിദുകളാണ്. അവർ മുസാഫത്ത് ഖുർആൻ നോക്കുമ്പോൾ ഇവിടെ ഒന്ന് ഖുർആൻ ഓതണ്ട, മരിച്ചു കിടക്കണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിക്കോളിന്നാണ്. വളരെ ഗൗരവമുള്ള കേസാണല്ലേ വിഷയം.
ബഹുമാനനായ മുഹമ്മദ് ഫൈസി മരണപ്പെട്ടു പോയി, തിരൂർക്കാട്. നവ്വർ അല്ലാഹു മർഖദഹു, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം ഒരിക്കൽ പങ്കുവച്ച ആശയമാണ്. അദ്ദേഹത്തിന് അയൽവീട്ടുകാരനായ ഒരു മുജാഹിദ് സുഹൃത്ത് മരിച്ചുപോയി. രാത്രിയാണ് മരിച്ചത്. മുഹമ്മദ് ഫൈസിക്ക് രാവിലെ സുബഹിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? ദുബൈക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എയർപോർട്ടിൽ പോകണം. അപ്പോൾ രാവിലെ മരിച്ച മയ്യത്ത് വീട്ടിൽ നിന്ന് പോയിട്ട് ഒന്ന് ജസ്റ്റ് ദ്വാർക്കാൻ പാടില്ല, എന്നാലും കണ്ടു പോകാൻ സാമാന്യ മര്യാദൻ്റെ അയൽവീടല്ലേ. അദ്ദേഹം ചെന്ന് നോക്കി. ചെന്ന് നോക്കുമ്പോൾ മയ്യത്ത് ആ കടത്തിയ സ്ഥലത്ത് കടത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഫൈസി പറയാണ്, ചങ്ങായിമാരെ നിങ്ങൾ ഓതുന്നില്ലെങ്കിൽ ഓതണ്ട, ആരെങ്കിലും രണ്ടാളൂടെ ഇരുന്നൂടെ? ഈ മയ്യത്ത് ആരെങ്കിലും കട്ടുകൊണ്ടുപോയാൽ നിങ്ങൾ എന്താ ചെയ്യാൻ രാവിലെ മയ്യത്തിൽക്കാർ? എങ്ങനെ ഞാൻ പറഞ്ഞു എന്നാണ്. ഇത് സത്യമാണ് ഇതിൻ്റെ അവസ്ഥാവിശേഷം. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ചു അബൂ സലമന്റെ വീട്ടിൽ വെച്ചിട്ട് ദുആ ചെയ്യാണ്. അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, മാർഗദർശനം കിട്ടിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഉയർത്തണേ, അദ്ദേഹത്തിന്റെ പദവി ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, ഞങ്ങൾക്കും അദ്ദേഹത്തിന് പൊറുത്തു തരണേ അല്ലാഹ്. തങ്ങളും സ്വഹാബത്തും ദുആ ചെയ്യാ. വഫ്സഹ് ലഹു ഫീ ഖബരിഹി, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വനവ്വിർ ലഹു ഫീഹി, ആ ഖബർ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇതൊക്കെ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. നമ്മുടെ ഉസ്താദുമാർ മരിച്ച വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കി പ്രാർത്ഥിക്കല്ല. അല്ലാഹുമ്മ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ദുആണിത്. എന്നിട്ട് തങ്ങളോട് പോയ ദുആ കഴിഞ്ഞിട്ടാ പോയത്. എൻ്റെ സഹോദരന്മാരെ, അങ്ങനത്തെ തലമുറ നമുക്ക് വരണ്ടേ? നമ്മുടെ മക്കൾ നമുക്ക് മരിച്ച ദുആ ചെയ്യണ്ടേ? ആ ഖബറിക്ക് ഇങ്ങനെ പോകുന്ന ഘട്ടം, മുറ്റി ഇരുൾ അഖബറിൽ ഒടുങ്ങുന്നാൾ, മൂഫർ ബദീരിങ്ങൾ കാവേലിലേകല്ലാഹ്. ഭക്തി നിർഭരമായി മൊഹീദ്ദിമാർ ഇങ്ങനെ ചൊല്ലുന്ന ആളുകൾ പഴയകാലത്ത് ചൊല്ലാറുണ്ട്. മുറ്റി ഇരുൾ അഖബറിൽ അടങ്ങുന്ന ആൾ. വല്ലാത്തൊരു ഘട്ടമാണ്. ഖബറിലേക്ക് ഒറ്റക്കൽ പോകുക, ഇരുട്ടറയിലേക്ക്. മൂഫർ ബദരീങ്ങൾ കാവലിലേക്കല്ല, ബദരീങ്ങളെ ബറക്കത്തോണ്ട് കാവൽ തരണേ അല്ലാഹ്. അത് വിശ്വാസം വേണ്ടേ? അങ്ങനത്തെ തലമുറ വേണ്ടേ? കൂട്ടുകാരില്ല ഹിസാബിന്റെ ലോകത്ത്, കരുത്തർ ബദീരീങ്ങൾ കാവലിലേകല്ലാഹ്. ഹിസാബ് നമ്മളെ കണക്കിങ്ങനെ പരിശോധിക്കും. വലത് കയ്യിൽ കിതാബ് കിട്ടും, അല്ലെങ്കിൽ ഇടത് കയ്യിൽ കിതാബ് കിട്ടും. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നമ്മൾ ജീവിതത്തിൽ ചെയ്ത സകലമായ നന്മകളും തിന്മകളും ഒരു കൊച്ചു കാര്യം പോലും ഉപേക്ഷിക്കാതെ പൂർണ്ണമായും ആലേഖനം ചെയ്യപ്പെട്ട ആ ഏട് നമ്മളെ കയ്യിൽ കിട്ടും, രേഖ നമ്മുടെ കയ്യിൽ കിട്ടും. അന്ന് ഹിസാബ് നടത്തും, കണക്ക് പരിശോധന നടത്തും. ആ സമയത്ത് കൂട്ടുകാരില്ല ഹിസാബിന്റെ നേരത്ത് മഹാത്മാക്കളെ ബദരീങ്ങളെ കാവൽ നൽകണം. അതിന് ബദരീങ്ങൾ വിശ്വാസം വേണ്ടേ? ബദരീങ്ങളെ പുച്ഛമായി അവതരിപ്പിക്കുന്ന ആളുകൾക്ക്, ഔലിയാക്കളെയും ആരിഫ്യങ്ങളെയും നിസ്സാരമാക്കി അവതരിപ്പിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുക? അവരൊന്നും ചെയ്യൂല്ലോ. ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് ഉണ്ടായ സംഭവം, കരുവാരകുണ്ട് ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്റർ നമ്മുടെ സ്ഥാപനമാണ്. ഞാനവിടെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ആവശ്യത്തിനുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ വെച്ചാണ് കഴിച്ചത്. അപ്പോൾ അവിടെ ഉച്ച ഭക്ഷണത്തിന് ഒരാൾ നേർച്ചയാക്കിയിട്ട് ദുആ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് തിരക്കായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടാൻ പെട്ടെന്ന് നിന്നില്ല. അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി. ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, നിസ്കാരം ഭക്ഷണം കഴിഞ്ഞിട്ട് യാത്ര പറയാൻ സമയത്ത് പരിചയപ്പെട്ടു. അപ്പോൾ അതിന് ചാപ്പനങ്ങാടി നാട്ടിൽ നിന്ന് വന്ന അലവി ഹാജിയാണ്. അലവി ഹാജി, മുല്ലപ്പള്ളി അലവി ഹാജി ഞാൻ പരിചയപ്പെട്ടു. ഒരു 10-74 വയസ്സുണ്ട്, 75 വയസ്സുണ്ട്. അദ്ദേഹം ചാപ്പനങ്ങാടിയാണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നമ്മുടെ മനസ്സിൽ കടന്നു വരുമല്ലോ. പ്രത്യേകം ദാറുന്നജാത്ത് ഇസ്ലാം സെന്ററിന്റെ സ്ഥാപകകാല പ്രസിഡന്റ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ്. നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അത്തരം മഹാത്മാക്കളോടൊപ്പം നാളെ ജന്നാത്തുൽ അലീമിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിപ്പോൾ ഏതൊരു സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുക, ആ സുന്നത്ത് ജമാഅത്തിന് ശക്തി പകരാനുള്ള കരുത്തും തൗഫീഖും നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ബാപ്പുസ്ലിയാരെ നടക്കുമ്പോൾ ഞാൻ ബാപ്പുസ്ലിയാരെ അറിയിച്ചപ്പോൾ ബാപ്പുസ്ലിൻ്റെ അയൽവാസിയാണ് പറഞ്ഞു. ബാപ്പുസ്ലിയാരെ മകൻ അസം മുസ്ലിയാരും ഞാനും കളിക്കൂട്ടുകാരായിരുന്നു. ഭയങ്കര അസം മുസ്ലിയാർ മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, പിന്നെ 10 മിനിറ്റ് സംസാരിച്ചു. അല്ലാ, ഞാൻ ഈ ഇപ്പം കാണുന്ന എൻ്റെ സമ്പത്തൊക്കെ ഉണ്ടാകാൻ കാരണം ബാപ്പുസ്ലിയാരുടെ വാക്കാണ്. ഇപ്പം മിനിഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പകാലമാണ്, വയസ്സൊന്നും കൂടുതലായിട്ടില്ല,
ഞാനും ബാപ്പുസിൻ്റെ മകനും ക്ലോസ് ഫ്രണ്ട്സാണ്. ഞങ്ങളിങ്ങനെ എപ്പോഴും വീട്ടിൽ ചെല്ലും, അവിടുന്ന് ഭക്ഷണം വാങ്ങും. പൈസ അല്ലെങ്കിൽ ബാപ്പുസിൻ്റെ എനിക്ക് ഇത്ര പൈസ വേണമെന്നാണ് പൈസ എടുത്ത് തരും. ഇങ്ങനത്തെ ഒരു പ്രത്യേക ബന്ധമായിരുന്നു. അയൽവീടല്ലേ. ഞാൻ ചെറിയൊരു കട, ഒരു ഷോപ്പ് റൂം വാടകയ്ക്കെടുത്ത് കട നടത്തിയിരുന്നു. ഈ കട എൻ്റെ ഓണർ വിറ്റപ്പോൾ എന്നോട് കടയിൽ നിന്ന് ഒഴിവായി പോകാൻ പറഞ്ഞു. ഞങ്ങൾ വേറെ വാടക കൊടുക്കണം പറഞ്ഞു. ഞാൻ വലിയ സങ്കടം. എൻ്റെ ജീവിതത്തിലുള്ള ഏക ആശ്രയം ആ ഒരു ഷോപ്പ് റൂമായിരുന്നു. വലിയ സങ്കടമായി. ഞാൻ ബാപ്പുസിൻ്റെ വീട്ടിൽ വന്നിട്ട്, എൻ്റെ അയൽവീടല്ലേ, എൻ്റെ കൂട്ടുകാരൻ്റെ ഉപ്പല്ലേ, ഉപ്പൊരു മഹാനാണ് എല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് കേട്ടിട്ട് അറിയാം, പറഞ്ഞു അറിയാം. ഞാനൊരു പൊട്ടിക്കറിഞ്ഞു, ഉസ്താദ് എൻ്റെ കട പോയി, എനിക്ക് വഴി ഉണ്ടാക്കി തരണം. ബാപ്പുസിയാർ എന്നെ സമാധാനിപ്പിച്ചു, സമാശ്വസിപ്പിച്ചു. എനിക്കൊരു ഷോപ്പ് റൂം കിട്ടണം, വേറെ റൂം കിട്ടണം തന്നപ്പോൾ, എടാ എനിക്കൊരു റൂമല്ല, 10 റൂമല്ല, 100 റൂം എനിക്ക് കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇദ്ദേഹം നേരെ ഉദ്ധരിക്കുക. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഇന്ന് എനിക്ക് 100-ലധികം ഷോപ്പ് റൂമുകൾ വാടക കൊടുക്കാനുണ്ട്. ചാപ്പനങ്ങളിലെ രാജ ഓഡിറ്റോറിയം എൻ്റെതാണ്. അവിടെയുള്ള ഷോപ്പ് റൂമുകൾ വാടക എനിക്ക് 3 ലക്ഷത്തി ചില്ലാറുപ്യ പ്രതിമാസം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാപ്പുസിയാർ നാവുകൊണ്ട് പറഞ്ഞ വാക്ക് അതേമാതിരി. ഫസ്റ്റ് ഷോപ്പ് റൂമിൽ തറക്കല്ലിട്ടത് ബാപ്പുസിയാറാണ്. ബാപ്പുസിയാർ തറക്കൽ മൂപ്പര് പറയാണ്, രാജ സ്കൂള് കോട്ടക്കൽ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ രവി മാഷ് ഉണ്ടായിരുന്നു. അവിടെ പിടിച്ചോളി, ഇത് മോതിരക്കല്ലാണ്, ഇപ്പോൾ തറക്കല്ലിട്ടെന്നു. പിന്നെ എനിക്ക് ഷോപ്പ് റൂമുകൾ പല വഴിക്ക് എങ്ങനെ ഇതൊക്കെ വന്ന് കിട്ടിയത്, സ്വത്ത് വാങ്ങലും ഉണ്ടാക്കലും എനിക്ക് അറിഞ്ഞുകൂടാണ്. ഇങ്ങനത്തെ ഔലിയാക്കൾ നാവ് കൊണ്ടൊന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ആ തരത്തിലുള്ള ആളുകൾ. ഇവർക്ക് വിശ്വാസം ഉണ്ടോ? അതിന് വിശ്വാസമല്ലല്ലോ. ആത്മീയ മേഖലകളിൽ ഒന്നുമില്ലാത്ത മഹാത്മാക്കളെ അംഗീകരിക്കാത്ത, മാനിക്കാത്ത, കറാമത്തുകൾ നിഷേധിക്കുന്ന, മുഅ്ജിസത്തുകൾ നിഷേധിക്കുന്ന, ഒരു തരത്തിലുള്ള ദിക്റും വിറുതും സ്വലാത്തും ഇല്ലാത്ത ഏതെങ്കിലും സ്വലാത്ത് മുജാഹിദുകൾ കേട്ടിക്കണമെങ്കിൽ ജമാഅത്ത് സ്വലാത്ത് ഇല്ലാറുണ്ടോ? അപ്പം എന്താ സ്വലാത്തില്ലാത്ത? നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തിൽ ഭയങ്കര പുണ്യാണ്. ഞാൻ തങ്ങൾ ചൊല്ലാത്തത് അത് കൂടുതലും ചെല്ലാൻ പാടില്ല. എന്നാൽ ഒറ്റയ്ക്ക് ചൊല്ലിക്കൂടെ 100 എണ്ണം, അല്ല 100 എണ്ണം നിശ്ചയിക്കാൻ പാടില്ല. എന്നാൽ നിശ്ചയിക്കാതെ 10 എണ്ണം ചൊല്ലിക്കൂടെ, അപ്പോഴും എണ്ണം നിശ്ചയിക്കാതെ അപ്പോഴും ചെല്ലാൻ പാടില്ല. എന്നാൽ പിന്നെ നിങ്ങൾ ചൊല്ലാത്തത് അത്തഹിയാത്തില്ല, സ്വലാത്ത് അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അത്രയ്ക്ക് മതി, സ്വലാത്ത് ആവശ്യമില്ല. എന്നോട് നേരെ പറഞ്ഞ അത്തരം മുജാഹിദ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. കാരണം ഞാൻ മുജാഹിദിൻ്റെ കോളേജിൽ ഞാൻ PG കോഴ്സിൽ പഠിച്ച ആളാണ്. എനിക്ക് ശരിക്കും അനുഭവം അറിയാം അവരൊക്കെ നിലപാടുകൾ. ഇങ്ങനത്തെ ഒരു വിഭാഗം ഒരു തലമുറ സൃഷ്ടിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ നിതാന്ത ജാഗ്രത പാലിച്ചത് കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബിദ്അഈ പ്രസ്ഥാനങ്ങളുമായി ഒരു കോംപ്രമൈസുമില്ല എന്ന ശക്തമായ സമീപനം പൂർവ്വകാലം തൊട്ട് ഇന്നോളം സ്വീകരിച്ചു വന്നത്. അതാണ് വിഷയത്തിൻ്റെ മർമ്മം. ഇന്നത്തെ മുജാഹിദ് ജമാഅത്തിന്റെ കാര്യത്തിൽ തഖ്വന്റെ കാര്യം നമുക്കറിയാം. അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ദീനി സ്പിരിറ്റും തഖ്വയും വളരെ കുറവാണ്. ഞാൻ ഫറൂഖിൽ പഠിക്കുന്ന കാലത്ത് ഒരു കുട്ടി ഒതുണ്ടാക്കിക്കാണ്ട് കാല് കഴുകി നിസ്കരിക്കാൻ കാരണമുണ്ട്. ഞാൻ ആ കോളേജാണ് പഠിക്കുന്നത്. ആ കുട്ടിയുടെ കാലുമേ ഒരു മുറിവുണ്ടായിട്ട് കാലിൻ്റെ പുറം ഭാഗത്തിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പുറം കഴുകിയാണ് നിസ്കരിക്കാൻ കയറേടാ. ഞാൻ താമം ചെയ്യണമെന്ന് ചോദിച്ചു. താമം ചെയ്യണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു താമം ചെയ്യണം, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ലായിരുന്നു. അല്ലല്ല, വയുഫാൻ ഖലീൽ ഹദീസിലുണ്ടല്ലോ പറഞ്ഞു. വയുഫാൻ ഖലീൽ എന്ന് പറഞ്ഞാൽ ഫത്തുൽ മീലുള്ളത്. അന്ന് കുട്ടിക്കല്ല, കുറഞ്ഞത് മാപ്പിയാണ്, കുറച്ചല്ല സാരല്ല. കുട്ടി നിസ്കരിക്കാൻ പോയി. ഒക്കെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രത്യേക രീതി ദീൻ അവർക്കില്ല. എന്നാൽ പഴയകാലത്തെ ബിദഅത്തിന്റെ ആവാഹകർ അവർക്ക് എന്തൊരു തഖ്വയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ബിദഅഈ പ്രസ്ഥാനമായ ഖവാരിജ് പ്രസ്ഥാനം ചരിത്രത്തിൽ കാണാം. അവരൊക്കെ ഒരു തഖ്വ, അവരൊക്കെ ഭക്തി. ചരിത്രത്തിൽ ഷബാബ് വല്ലാഹി മുക്തഹിലൂന ഫീ ഷബാബിഹിം. അവർ യുവാക്കളാണ്, പക്ഷേ സത്യമാണ്, അല്ലാഹുവാണ് സത്യം. യുവാക്കളാണെന്നതോടൊപ്പം തന്നെ മധ്യവയസ്കരുടെ പക്വതയും വിവേകം ഉണ്ട് അവർക്ക്. നല്ല ചെറുപ്പക്കാർ. ഹറാമായ കാര്യങ്ങൾ കണ്ടാൽ കണ്ണ് അപ്പട് താഴും, ഷർറ് കണ്ട അപ്പ കണ്ണ് താഴും, പിന്നെ കണ്ണട നോക്കൂല. തെറ്റായ കാര്യത്തിലേക്ക് നടന്നു പോകണമെന്ന് വിചാരിച്ചാലും കാല് ഭാരമാകുന്ന വിഭാഗം കാലങ്ങട്ട് പൊങ്ങൂല, തെറ്റിലേക്ക് നടക്കാൻ കഴിയില്ല. അവർ ഖുർആൻ ഓതുന്ന സമയത്ത് സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആയത്തുകളിലൂടെ കടന്നുപോയാൽ ആ സ്വർഗത്തിലേക്കുള്ള അഭിനിവേശം കൊണ്ട് അവർ പൊട്ടി പൊട്ടി കരഞ്ഞു പോകും. നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് പറയുന്ന ഖുർആന്റെ ആയത്തിലൂടെ കടന്നുപോയാൽ ഒരൊറ്റ അട്ടഹാസ.
സ്വർഗത്തിന്റെ ഭീകരമായ ഘോര ശബ്ദം തന്റെ തൊട്ട് മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെ, ചെവിയിൽ അലടിച്ചതുപോലെ. ഇങ്ങനത്തെ മുത്തഖീകളാണ് ഖവാരിജ്. ആ ഖവാരിജിനോട് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയോ അലി റളിയല്ലാഹു അൻഹു? അല്ലാഹു യുദ്ധം ചെയ്ത് ഒതുക്കി തീർത്തു, നശിപ്പിച്ചവരെ. കാരണം ദീനിന് ഇത് ഉള്ളിൽ പറ്റുന്ന കെടുമ്പാണ്, കെടുമ്പ്. ആ കെടുമ്പുണ്ടായത് പതുക്കെ പതുക്കെ ഇത് പറ്റ തകർന്നു പോകും. വെഞ്ചതിൽ എന്ന് പറയും. സാധാ ചതിൽ പുറത്താണ്ടാകുക, അത് തട്ടി ഇട്ടാൽ നമ്മൾ കാണും. വെഞ്ചതിൽ ആ ഉള്ളിൽ നിന്നുള്ളതാണ്. ഒരു വെഞ്ചതിൽ ഒരു മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കൂടി 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 പോട് വളർന്നു വന്ന് മരട് വീഴുമ്പോൾ നമ്മൾ അറിയാം ഉള്ളൊക്കെ പോടായിട്ടുണ്ടാവും. ഇതാണ് ബിദഅഹ് പ്രസ്ഥാനത്തിന്റെ മാരകമായ സ്വഭാവം. അത് ഉള്ളിലുള്ള പ്രശ്നമാണ്. അതിന്റെ കാര്യത്തിൽ നീക്ക് പോക്ക് പറ്റില്ല. ഈ ഒരു നിലപാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണിശമായി സ്വീകരിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ വിദേശത്തുള്ള കോടിക്കണക്കിന് ഡോളറുടെ പിൻബലം പ്രതിമാസം ലഭിച്ചിട്ടും എന്തൊക്കെ വിശദമായ ക്യാമ്പയിനുകളും പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളും നാട് നീളെ നടന്ന് സുന്നികളെ വശീകരിക്കാനുള്ള എല്ലാ കുബുദ്ധികളും ശ്രമിച്ചിട്ടും എല്ലാ കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചിട്ടും സുന്നത്ത് ജമാഅത്ത് അജയ്യമായി മുന്നോട്ട് ഇപ്പറഞ്ഞ മുജാഹിദ് തമ്മിൽ അടിച്ചടി പിരിയാണ്. അടിച്ചു പിരിയാൻ നമ്മളെ സംഘടന വരെ നാളെ അഭിപ്രായ വ്യത്യാസമല്ല, നമ്മൾ ഇന്നലെ നാളെ തീരും. മറ്റതെന്താ പ്രശ്നമോ? നിങ്ങളാണ് മുശ്രിക്ക്, ഞങ്ങളല്ല മുശ്രിക്കുകൾ. അവരല്ല ഞങ്ങളാ മുശ്രിക്ക്, ഞങ്ങളല്ല മുശ്രിക്കുകൾ. ഇത് പറഞ്ഞാൽ പ്രസംഗിച്ചും എഴുതി നടക്കാൻ യൂട്യൂബ് പരിശോധിച്ച് നോക്ക്. പരിശോധിക്കണ്ടല്ലോ, മുമ്പ് ഇങ്ങനെ വരികയാണ് സംഭവം. തമ്മിൽ അടിച്ചു പിരിയാണ് അവർ. ജമാഅത്തെ ഇസ്ലാം അവർ ആശയം പോലും നിലനിൽക്കുന്ന അവരാശയം ഉറക്കെ പറയാൻ പറ്റില്ല അവർക്ക്. കാരണം ഈ രാജ്യത്തെ ഗവൺമെന്റിനോട് സഹകരിക്കാൻ പാടില്ല, ഇതാണ് ഒരാശയം. ഈ രാജ്യത്തെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ശിർക്കാ, ഇസ്ലാം എന്ന് പുറത്തു പോകും. ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് കീഴിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ മുശ്രിക്കാകും. ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് സ്കൂൾ പഠിക്കാൻ പറഞ്ഞയച്ചാൽ ശിർക്കാകും. ഈ രാജ്യത്തെ ഗവൺമെന്റ് ജോലി സ്വീകരിച്ചാൽ ശിർക്കാകും. ഇങ്ങനെ പ്രാകൃതമായ നിയമങ്ങൾ ഉറക്കെ പറഞ്ഞാൽ പോലീസ് ഗവൺമെന്റ് എടുത്ത് പോലീസ് പിന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. ഇമാതിരി പച്ചയിൽ പറയാൻ പോലും പറ്റാത്ത പുതിയ ആശയങ്ങൾ അവർ മറച്ചു വെച്ചു. ഇപ്പൊ ഒരു ചാനലും പത്രവും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. വളർച്ചല്ലോ. ഒരു പുതിയ ജമാഅത്തുകാരൻ ആരും അങ്ങോട്ട് പോകുന്നില്ല. അതങ്ങനെ കഴിയാൻ പോവുക. ആസം സുന്നത്ത് ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം കഴിഞ്ഞ് ആഘോഷിക്കാൻ പോകുമ്പോൾ വളരെ വളരെ മുന്നോട്ട് പോയി ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മസ്ജിദുകൾ, മഹല്ലുകൾ, സംവിധാനങ്ങൾ, ഓർഫനേജുകൾ കേരളത്തിലകത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഇതിനുള്ളിൽ കാസർത്ത് വരാനുള്ള ശ്രമം മെല്ലെ നമ്മളെങ്ങനെങ്കിലും ആശയപരമായി നമ്മൾ തകർക്കാൻ കഴിയില്ല. ഒരു സംവാദം നടത്തിയിട്ട് കാര്യമില്ല. ഈ മക്കളോട് എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എന്ത് ക്യാമ്പയിൻ നടത്തിയിട്ടും കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെ തകർക്കാൻ കഴിയില്ല. സമസ്തയുള്ള കാലത്തോളം അവ സമസ്തയെ ദുർബലപ്പെടുത്തണം. ആ ദുർബലപ്പെടുത്താൻ വേണ്ടി ഉള്ളിൽ കയറിയുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ്, ചില ആളുകളെ വശീകരിച്ചുകൊണ്ട്. സത്യത്തിൽ അത് അത്യന്തം അപകടകരമാണ്. അതാണ് CIC വിഷയത്തിൽ സമസ്ത കോംപ്രമൈസ് പോകാത്തത്. എങ്ങനെങ്കിലും തീർക്കണം, തീർക്കാതിരിക്കാൻ പറ്റില്ല, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് വിടാൻ പറ്റൂല. കാരണം സമസ്ത കേരള ജംഇയ്യത്ത് പ്രഖ്യാപിതമായ നിലപാടാണ്, ബിദ്അത്തുകാരുടെ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, അവർ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, അവരുമായി അകലം പാലിക്കണം, അവരുമായി കൂടിച്ചേർന്നുള്ള ഒരു പരിപാടി പറ്റില്ല. സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാടാണ്. പക്ഷെ ഈ മർക്കസ് നമ്മുടെ സ്ഥാപനം, നമ്മുടെ നാട്ടിലെ ഈ സ്ഥാപനം, ഞാൻ അനുഭവസ്ഥനാണ്. മഹാനായ മൗലാന KK അബൂബക്കർ അസ്ഹർ ഉസ്താദ്, ഞങ്ങളുടെ പട്ടിക്കാട് ജാമിഅയുടെ ഉസ്താദാണ്. അള്ളാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ, സ്വർഗത്തിൽ പദവി ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ ശൈഖുന കോട്ടുമല ഉസ്താദ് അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ഞങ്ങളുടെ പട്ടിക്കാട് ജാമിഅയുടെ ഉസ്താദാണ്. നവ്വറല്ലാഹു മർഖദ, അവരുടെയും ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ നേതൃത്വത്തിൽ ക്യാഷ് പിരിച്ച്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് പണം പിരിച്ച് 10-40 ഏക്കർ ഭൂമി വാങ്ങിയത്. അവിടെ കുറച്ച് ഭൂമി വാങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ അവർ സംഭാവനയും കൊടുത്തു. ഇങ്ങനെ 40 ഏക്കർ ഭൂമി. അവിടെ ഓരോ സ്ഥാപനങ്ങളും ഈ KK അബൂബക്കർ അസ്ഹർ ഉസ്താദ് ഗൾഫിൽ പോയിട്ട് അന്നൊക്കെ അറബികളിൽ നിന്ന് പണം കിട്ടും, അറബികളിൽ നിന്നും മലയാളികളിൽ നിന്നും പണം പിരിച്ച് ഈ സ്ഥാപനം മുഴുവൻ പടുത്തുയർത്തിണ്ടാക്കിയത്. സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം. ആ സ്ഥാപനത്തിൽ അതിൻ്റെ പ്രിൻസിപ്പാളുടെ തൊട്ടടുത്ത് കാലങ്ങളായി നിലകൊള്ളുന്ന ഉസ്താദ് സ്ഥിരമായി മുജാഹിദ് ജമാഅത്ത് പരിപാടികൾ പോയി പ്രസംഗിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം അകലം പാലിക്കുന്നതെന്ന് മാത്രമല്ല, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാം പരിപാടിയിൽ പോയി സ്ഥിരമായി പ്രസംഗിക്കുന്ന ഒരു ഉസ്താദിന് തൻ്റെ ശിഷ്യന്മാരെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ വളർത്താൻ കഴിയുമോ? അവർ നിങ്ങൾ സുന്നിയിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾ മുജാഹിദിലേക്ക് പോകാൻ പാടില്ല, സഹകരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഈ പ്രവണത ശരിയല്ല എന്നാണ് സമസ്ത പറയുന്നത്.
സമസ്തയുടെ സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ നാടാണ് കാളികാവ്. കാളികാവ് അടക്കാക്കുണ്ടിലാണ് വാഫിയുടെ PG ക്യാമ്പസ്. ആ PG ക്യാമ്പസിൽ ഈ കഴിഞ്ഞ വർഷം മുമ്പാണ് ഒരു പ്രമുഖനായ ഉസ്താദ് രാജിവെച്ചിട്ടാണ് ചേർന്നത്. എവിടെയാണ് പിന്നെ തുടർന്ന് പഠിപ്പിക്കാൻ? ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കോളേജിലെ ഫിഖ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടാണ് പിന്നെ ജോലി ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ ആരാണ്? സുന്നികളെ ജമാഅത്തെ കോളേജിൽ പഠിപ്പിക്കാൻ ചേരുവോ? എടുക്കുവോ? ആള് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആളാണ്. ഇങ്ങനത്തെ ഒറ്റപ്പെട്ട ഒന്നും രണ്ടും ചിത്ര കേസുകളല്ല. ഇവരുടെ അധ്യാപകരിൽ പലരും പരിശുദ്ധ ഈ സമസ്തന്റെ പ്രശ്നം അല്ല, സമസ്തക്ക് ഈഗോ ആണ്, സമസ്തക്ക് ഈ വളർച്ചയിൽ പ്രയാസമാണ്, അസൂയാണ് എന്നൊക്കെ തെറ്റായ പ്രചരണം ഒരു വിഭാഗം സൈബർ വിങ്ങിനെ ഏൽപ്പിച്ച് പ്രചരിപ്പിക്കുകയാണ്. ഇതൊന്നും രണ്ടും കേസുകളല്ല. സ്ഥിരമായി പ്രബോധനം വരുത്തി വായിക്കുക ഒരു സുഖകരമായ രീതിയല്ല. അതൊക്കെ വിമർശിക്കാൻ വേണ്ടി വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യുക. ഈ മക്കൾക്ക് പഠിക്കാൻ ലൈബ്രറിക്ക് റീഡിംഗ് റൂമിലേക്ക് വരുത്താൻ പറ്റുമോ? നമ്മളെ ഈ മക്കൾ വഴി തെറ്റിപ്പോകൂലേ? വയനാട് ജില്ലയിലെ വഫിയ കോളേജ് അധ്യാപകൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് FB പോസ്റ്റ് ഇട്ടത്. ജുമാന്റെ ഹുത്ബന്റെ വിഷയത്തിൽ തർക്കിക്കാതിരിക്കാൻ നല്ലത്. നമുക്കൊരു കാര്യം, ആ തറയിൽ ആ ജുമാന്റെ മുമ്പുള്ള പ്രസംഗം ഒഴിവാക്കിയിട്ട് ഖത്തീബ് മിമ്പർക്കാരൻ മനോഹരമായി മലയാളത്തിൽ പ്രസംഗിക്കട്ടെ. അവസാനം 1-2 അറബി വാക്കിൽ ഹുത്ബന്റെ ഭരണക്കൂടെ ഒപ്പിച്ചാൽ മുജാഹിദിനും കൂടി ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയും. നമ്മൾ അങ്ങനെ മാറ്റണം. ഇത് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഈ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയോ? നിങ്ങൾ പറയൂ, കഴിയോ? ഇതിന്റെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ സ്ഥിരം സാന്നിധ്യമായി മാറുകയാണ്. ഇതിന്റെ സിലബസ് ഉണ്ടാക്കുന്ന കരിക്കുലം കമ്മിറ്റി, ആ കരിക്കുലം കമ്മിറ്റിയിൽ പ്രമുഖ ജമാഅത്ത് സൈദ്ധാന്തികനായ അബ്ദുള്ളയെ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയോ? ഞാനൊക്കെ പട്ടിക്കാട് ജാമിനൂരി അറബി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സമസ്തയുടെ സമുന്നതരായ നായകന്മാരുടെ നിലപാട് എനിക്കറിയാം. പട്ടിക്കാട് ജംഗ്ഷനിൽ, ചുങ്കൻ ജംഗ്ഷനിൽ ഞങ്ങൾ കോളേജ് വിട്ട് ബസ് കയറാൻ കാത്തു നിൽക്കുന്ന സമയത്ത് അന്ന് സിമി കോർണർ എന്ന് പറയുന്ന ഒരു ചെറിയ ബസ് ഷെഡ് ഉണ്ടായിരുന്നു, ബസ് വെയിറ്റിംഗ് ഷെഡ്. അവിടെ ഇരിക്കാൻ സ്ഥലം, നിന്നിട്ട് പത്രങ്ങൾ വായിക്കാൻ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, കുറച്ച് ക്ലിപ്പ് വെച്ച് കുറച്ച് പത്രങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരു ജാമ്യയിലെ കുട്ടി ബസ് കാത്തു നിൽക്കുന്നത് കണ്ടിട്ട്, അവിടെ പത്രം വായിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് മറ്റൊരാൾ പരാതിപ്പെട്ടിട്ട് ബഹുമാന്യനായ കോട്ടൂർ ഉസ്താദ് പിറ്റേ ദിവസം കോളേജിൽ വന്നപ്പോൾ അവനെ വിളിപ്പിച്ചിട്ട് ശകാരിച്ച കാര്യത്തിൽ ഞാൻ ദൃക്സാക്ഷിയാണ്. നമ്മൾ പൂർവ്വെടുത്ത സമീപനം അതായിരുന്നു. എന്നിട്ട് പുതിയ കാലഘട്ടത്തിലെ മുജാഹിദ് ജമാഅത്തുമായി കുറച്ചൊക്കെ നീക്കുപോക്ക് വേണ്ടേ? നടക്കൂല സഹോദരന്മാരെ. SKSSF പ്രവർത്തകന്മാർ അവിടെയാണ് ജാഗ്രത പാലിക്കേണ്ടത്. ആദർശം അമാനത്താണ് തന്നെ, അമാനത്ത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹു തന്നെ നേരിട്ട് സൂക്ഷിച്ചേൽപ്പിച്ച ഈ പരിശുദ്ധമായ വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ഒറിജിനൽ ആദർശം, യഥാർത്ഥ ഇസ്ലാമിക ആദർശം, വെള്ളം ചേർക്കാനാകാത്ത ആദർശം, ഈ ആദർശം സമസ്തയുടെ പൂർവികർ കൈമാറി തന്നതാണ്. അതിൽ വെള്ളം ചേർക്കാൻ ചില ശ്രമങ്ങൾ ചില ഭാഗത്ത് നടത്തുമ്പോൾ നേതാക്കന്മാർ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് അവിടെ കൂടുതൽ തന്നെ എല്ലാ ശ്രമങ്ങളും നടത്തും. എന്നിട്ടും വിജയിക്കുന്നില്ലെങ്കിൽ അത്തരം ദുഷ്ശക്തികൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തിക്കൊണ്ട് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെയും ഭാവി തലമുറയും സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാകണമെന്നാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. കാരണം ദീനിന്റെ വിഷയമാണ്. ബാക്കിയൊക്കെ നമുക്കാകാം. എന്നിട്ട് പറയാം, പാണക്കാട് തങ്ങന്മാർക്ക് എതിരാണ്, മുസ്ലിം ലീഗിനെതിരാണ്. ആരോടാണ് ഇത് പറയുന്നത്? ഒരു കളവ് 100 വട്ടം പറഞ്ഞാൽ സത്യമെന്നാണ് ഗീബൽസിന് തന്ത്രമുണ്ട്. പണ്ടൊരാട് മാർക്കറ്റിൽ നിന്ന് കള്ളന്മാരൊന്നും മോഷ്ടിക്കാൻ തിരപ്പെടാൻ നടക്കും. മാർക്കറ്റിൽ 2-3-5 കള്ളന്മാർ ഒരു ഐഡിയ ഉണ്ടാക്കി. നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ കൂടിയാലോചന നടത്തി. ഒരാൾ ഒരു ആടിനെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് പോകാൻ മാർക്കറ്റിൽ ആട് വാങ്ങുന്ന സ്ഥലത്തങ്ങ് നിന്നു. ഇയാൾ ഏകദേശം പാകപ്പെടുന്നു കണ്ടു. ഇവർ വേഗം പിരിഞ്ഞുപോയി. ഇയാളെ റൂട്ട് അവർക്കറിയാം. അങ്ങനെ വഴിയിൽ പല ഭാഗത്തു നിന്നു. ആചാര്യ ആടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കള്ളൻ ചോദിച്ചു, അസ്സലാമു അലൈക്കും ആചാര്യ, വഴി നിൽക്കല്ലേ, എന്താ വിശേഷങ്ങൾ? ഒന്നുമില്ല വിശേഷം. എന്താ പിന്നെ? അല്ല, എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ? ഇല്ല. പിന്നെന്തേ? അല്ല ഒന്നുമല്ല, നിങ്ങൾ എന്താ പട്ടിനെ വാങ്ങിക്കൊണ്ടുപോണ്? അതുകൊണ്ട് ചോദിച്ചാണ്. പട്ടിയോ? അനാവശ്യം പറയുന്നത് ഞങ്ങൾ കുറച്ച് ചീത്ത പറഞ്ഞു. ഇതാടല്ല, എപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടു സാധനമാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വേറെ കള്ളൻ. ഇത് കള്ളനെന്നറിയില്ലോ. അസ്സലാമു അലൈക്കും, എന്താ ചെറിയ വിശേഷങ്ങൾ? എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ? അതെന്താ ചോദിക്കടാ? അല്ല, പട്ടിനെ കൊണ്ടുപോകണം കണ്ടപ്പോൾ ചോദിക്കുകയാണ്, എവിടെ നിന്ന് പട്ടിനെ കിട്ടിയത്? ഇയാളെയും കുറച്ച് ചീത്ത പറഞ്ഞു. അടുത്ത 3ാമത്തെ സ്ഥലത്ത് വെച്ചോളം ചോദ്യം ഇതന്നെയാണ്, എവിടുന്നാണ് നിങ്ങൾ ഈ പട്ടിനെ കൊണ്ടുപോകുന്നത്? അയാളും കുറച്ച് ചൂടെ കട്ടി കുറഞ്ഞു. 4ാമത്തെ കള്ളനും ഇതന്നെ ചോദിച്ചപ്പോൾ
ഇയാൾ മനസ്സിലാക്കി എനിക്ക് തെറ്റ് പറ്റിയതാക്കും, ഇത് ആടാവില്ല, ഇത് പട്ടി തന്നെ ആയിരിക്കും. മൂപ്പര പട്ടിനെ വിട്ട് ആടിനെ വിട്ട് മൂപ്പരോട് പോയി. കള്ളന്മാരെ ആടിനെ വിളിച്ച് പോയിട്ട് തൽക്കാലം അന്നൊക്കെയുള്ള കാശ് ഒപ്പിച്ചു. ഈ പരിപാടി നടക്കുന്നത്. സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്ത് നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങളിലിരിക്കുന്ന ആരാണ് പാണക്കാട് സാദാത്തുമാരെ എതിർത്തത്? അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ സുപ്രഭാതം എതിർത്ത സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വരി വേണ്ട, അര വരി എഴുതിയതുണ്ടെങ്കിൽ 10 വർഷമായി തെളിയിക്കൂ. ഇത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്ഥാപിച്ചതാണ് ഈ പത്രം. എനിക്കറിയാം, ഞാൻ അനുഭവസ്ഥന തുടക്കത്തിലുള്ള ആളാണ്. ഞാൻ ഇതിന്റെ പ്രഥമ ഫണ്ട് ഈ പത്രം വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ പരപ്പനങ്ങാടി നടന്ന മുഅല്ലിം നേതൃസംഗമത്തിൽ വെച്ച് ആ സംഗമത്തിൽ വെച്ച് അതിന്റെ പ്രഥമ ഫണ്ട് സാധന പാണക്കാട് ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉദ്ഘാടനം ചെയ്യലാണ്. ഇത് തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം തുടക്കത്തിലുള്ള ഫണ്ട്, തങ്ങളെ ഫണ്ട് തന്നിട്ട് പറക്കത്തുള്ള തുടക്കാണ് ആ തുടക്കം. ആ പത്രത്തിന് വളരാതിരിക്കുമോ? അതാണ് പാണക്കാട് തങ്ങന്മാരും സമസ്ത പത്രവും തമ്മിലുള്ള ബന്ധം. ഇതിങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കാം. ആരാണ് പാണക്കാട് തങ്ങന്മാരെ എതിർത്തത്? ആരാണ് മുസ്ലിം ലീഗിനെ എതിർത്തത്? നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗാരല്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിം ലീഗാരല്ലേ? ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ മുസ്ലിം ലീഗാരല്ലേ? ആരാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നത്? മുസ്ലിം ലീഗ് നേട്ടങ്ങൾ ആരാണ് അറിയാത്തവർ? ആരാ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത അധികം ആളുകൾ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക രംഗത്തെ ഭാരവാഹികളല്ലേ? ആർക്കും നിഷേധിക്കാൻ സാധിക്കുക? ഇത് ലീഗ് വിരുദ്ധരാണ്. ലീഗ് നിരന്തരം നുണ പറഞ്ഞ് 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 സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാണക്കാട് സാദാത്തുക്കളെ പൂ പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഓരോ സാദാത്തുക്കളും നമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു, ഊഷ്മളമായ ബന്ധം. ഞാൻ സൂചിപ്പിച്ച SKSSF ഉണ്ടാക്കുന്നതിൽ അതിന് പിൽക്കാലത്ത് രൂപീകരിച്ച് അതിന് ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവർ. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അവരോട് ചെന്ന് ചോദിച്ചു നോക്കി, അവർ പാണക്കാട് തങ്ങന്മാർക്ക് എതിരാണോ SKSSF? സുപ്രഭാത് എതിരാന്ന് ചോദിച്ചു. സുപ്രഭാതത്തിന്റെ ട്രഷററാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. ചില ആളുകൾക്ക് സുപ്രഭാതത്തിന് എതിരായി കുറെ കത്ത് കൊടുത്തു. ഹമീദ് അലി ശിഹാബ് തങ്ങൾ കൺവീനറായി സമിതി വേണം പരിശോധിക്കാമെന്നു. ആ സമിതി ഇരുന്നു. തങ്ങളിരുന്ന് ഓരോന്ന് വായിച്ചൊക്കെ ഒന്നും കഴിവില്ല. തങ്ങളൊന്നും നമുക്ക് അവസാനിപ്പിച്ച് പോയല്ലോ, പിരിഞ്ഞു പോയി. ഇപ്പൊ 1 മാസം നടന്ന സംഭവമാണ്. അവരൊക്കെ സമസ്തന്റെ കൂടെ ഉള്ളത്. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊന്നും നടത്തിയാലും 100 കളവുകൾ ഒരുമിച്ച് പറഞ്ഞാലും ശരി, നമുക്കൊരു ദൃഢനിശ്ചയമാണ്, സുന്നത്ത് ജമാഅത്താണ് സത്യം. അത് ഔലിയാക്കളെയും മഹാത്മാക്കളെയും ആ ജീവിത രീതി കണ്ടാൽ മതി. നമുക്ക് ഖുർആനും ഹദീസൊന്നും കാണണ്ട. അത്തിപ്പറ്റ ഉസ്താനെ കണ്ട ആൾക്കാരാണ് നമ്മൾ. ദൂരെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകണ്ട. അമ്മാതിരി ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആൾ. അവരാണ് സമസ്തന്റെ ആളുകൾ. അവർ വഴിതെറ്റിപ്പോയാൽ നമ്മൾ അംഗീകരിക്കൂല. ദീനിൽ ഉറച്ചു നിൽക്കണം. ദീന്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. അത് നിലനിർത്താൻ കഠിനയത്നം നടത്തണം. അത് ഹദീസിലുള്ളതാണ്. നമ്മുടെ ഉറച്ചു നിൽക്കണം. ഒരു വിഭാഗം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിന ഹഖ്, എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം സത്യത്തിൽ ഉറച്ചു നിൽക്കും, കണിശമായ നിലപാടുമായി മുന്നോട്ട് പോകും. ലാ യദുർഹും മൻ ഖാലഫഹും, അവരെ എതിർക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ആ എതിർപ്പ് അവരുടെ കൂട്ടത്തിൽ വിലപ്പോകില്ലെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനിത് സൂചിപ്പിച്ചത്, നിങ്ങൾ നന്നായി പ്രവർത്തിച്ചോ, തളരണ്ട, ദുർബലമാകണ്ട. ഈ കാലഘട്ടത്തിൽ ധർമ്മസമരമാണ് ജിഹാദ്. നമ്മൾ ആരും കുറ്റം പറയാൻ വേണ്ട. നമ്മൾ എതിർക്കുന്ന ആളുകളോട് സസന്തോഷമായി എതിർപ്പ് സ്വീകരിക്കുക. വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞു പോരാ. പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ഒരു പ്രധാന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ, ചെറിയ ലക്ഷ്യമല്ല. 198 വർഷക്കാലം സമസ്ത, അതുമുമ്പ് 1300 വർഷക്കാലം നമ്മുടെ പൂർവികരായ മാലിക് ദീനാറും കൂട്ടരും നിലനിർത്തിയ, പിന്നീട് മഖ്ദൂമുകാർ ഏറ്റെടുത്ത് നടത്തിയ ഈ പരിശുദ്ധമായ ദീന്റെ ഒറിജിനാലിറ്റി അതേപടി കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് പ്രതിയോഗികളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ചില്ലറ ആളുകൾക്ക് അവരുമൊക്കെയായി നീക്കുപോക്കുണ്ടാക്കാമെന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ തടഞ്ഞു നിർത്തി നേർവഴിക്ക് തെറ്റിരുത്തി മുന്നോട്ട് പോകാനുള്ള യത്നം കുറച്ച് കഠിനതരമായ യത്നമാണ്. എനിക്ക് റബ്ബിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടും. നാളെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ മഹാത്മാക്കളൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയും. വരും തലമുറ, എൻ്റെ മക്കൾ ഉൾപ്പെടെ വരും തലമുറ രക്ഷപ്പെടും. അവർക്ക് ഈ ദീൻ പരിശുദ്ധമായ ദീൻ അതേപടി കൈമാറണമെന്ന ഈയത്തോടുകൂടി മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക. എങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ എന്തായാലും അവരും നമ്മൾ മരിച്ചു പോകും. മരിച്ചാൽ നമുക്ക് ഈ ദുആ കിട്ടണം. ദുആ കിട്ടണം. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി, SKSSFന് വേണ്ടി ഇന്നലകളിൽ മൺമറഞ്ഞു പോയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. SKSFുകാർ തന്നെ ഉണ്ട്.
ഒരുപാട് പ്രവർത്തകരുണ്ട്, നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ ജന്നാത്തുൽ അലീമിൽ ഞങ്ങൾ ആ പ്രിയപ്പെട്ട പ്രവർത്തകരോടൊപ്പം, നേതാക്കളോടൊപ്പം, ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം, ഞങ്ങളുടെ ഭാര്യ മക്കളോടൊപ്പം, ഞങ്ങൾ സഹകരിച്ച നല്ലവരായ നാട്ടുകാരോടൊപ്പം, നല്ലവരായ പ്രവർത്തകരോടൊപ്പം, ഗുണകാംക്ഷികളോടൊപ്പം, ഞങ്ങളെ പിന്തുണച്ചവരോടൊപ്പം ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ പ്രവർത്തകർക്ക് മനസ്സുറപ്പ് നൽകണേ റഹ്മാനെ, കരളുറപ്പ് നൽകണേ റഹ്മാനെ. പ്രതിയോഗികൾക്ക്, തെറ്റിദ്ധരിച്ച ആളുകൾ തെറ്റ് തിരുത്താനുള്ള സന്മനസ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കിലും മഹല്ലുകളിലും മസ്ജിദുകളിലും മദ്രസകളിലും ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കങ്ങൾ അവർ നീ പിന്തിരിപ്പിക്കണേ റഹ്മാനെ. ഒരുമയും ഐക്യവും ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ റബ്ബന ഇഗ്ഫിർ വർഹം വാലിദീനാ റബ്ബന ഇർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആയിൽ ഈ വിനീതനെ ഉൾപ്പെടുത്തുന്ന സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.